എന്താടോ ഇപ്പോഴാണോ വരുന്നേ? കിട്ടണ്ട എണ്ണ വീട്ടിൽ വരെ പോയി കെഞ്ചി നോക്കി. കോളേജ് പിള്ളേരാ. കോളേജ് പിള്ളേരോ? അതെങ്ങനെ ശരിയാവുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാ? അണ്ണാ സാധുക്കളാ, പണിയുണ്ടോന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ. സർ, ഞങ്ങൾ ചെയ്തോളാം. വലിയ പാർട്ടിയാ, ട്രെയിനിങ് കിട്ടിയവർക്കേ പറ്റും. എന്തിനാ ട്രെയിനിങ്? അവര് പാത്രം കാണിക്കുമ്പോൾ നമ്മൾ വിളമ്പി കൊടുത്താ പോരെ, അത്രല്ലേ ഉള്ളൂ. ഇത് ശരിയാവൂല. സർ, മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ഞങ്ങൾ ചെയ്തോളാം. നിക്കട്ടെ അണ്ണാ. ശരി, അങ്ങോട്ട് നടന്നു. ശരി, പാർട്ടി കഴിയുമ്പോ അണ്ണൻ തന്നെ വണ്ടി കൊണ്ടൊന്ന് ആക്കിക്കോളും. ആ ശരി ശരി, നിങ്ങൾ ഇതുവഴി അപ്പുറത്തേക്ക് വയ്ക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ചെല്ല് പെട്ടെന്നാവട്ടെ. പെണ്ണുങ്ങളെ കാര്യത്തിലിപ്പോ ചങ്ക് പറയല. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റൂലല്ലോ. ഇല്ലണ്ണ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അണ്ണൻ എന്നെ ഒന്ന് വിളിച്ചാ പോരെ, ഞാൻ പറഞ്ഞെത്തില്ലേ. കണ്ടാ തന്നെ ഏതാണ്ട് കാട്ടുമുക്കി കിടന്നേന്നറിയാം. എന്താകുമോ എന്തോ ഭഗവാനെ. നിങ്ങളെന്തിനാ എവിടെ തന്നെ നിൽക്കുന്നേ? ഇതുവഴി അങ്ങോട്ട് പോ, വേഗം പോ. വാ. കബനി നോക്കേടി, എന്താ മണം. എടുക്കട്ടെ. വേണ്ട, നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്, പക്ഷെ ഇത് കഴിയാതെ എങ്ങനെയാ? അപ്പോഴേക്ക് ഈ കഷ്ണമൊക്കെ ആൾക്കാരുടെ വയറ്റിലേക്ക് എത്തും. എടി, നമുക്ക് ഷടേന്ന് തിന്നിട്ട് പടേന്ന് പോവാം. വേണ്ട, വാ. എടി കബനി, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്തൊക്കെ തരം ഭക്ഷണങ്ങളാടി സിറ്റിയില്. നിനക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും ചിന്തിക്കാനില്ലേ? അപ്പൊ നീ എന്താ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാറേയില്ലേ? ചിന്തിക്കാറുണ്ട്. വീട്ടില് അമ്മയുടെയും അപ്പൂപ്പന്റെയും കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരുള്ള ചോറ് മതി. ഈ സിറ്റിയിലെ ഏത് ഭക്ഷണത്തിന്റെയും അതിന്റെ രുചിയേക്കാളും ഒക്കെ മേലെ അത്. അമ്മേ, ചോറെടുത്തോ? അപ്പൂപ്പ നന്നായിട്ട്